തിരക്കിലാണോ? ഇല്ലല്ല, പറഞ്ഞോളൂ എന്താണ് ഇപ്രാവശ്യത്തെ മലയാളത്തിന്റെ ബുക്ക് സെറ്റിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് ഉള്ളതെന്നുള്ളത് കുട്ടികളെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ കൈപ്പുസ്തകത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അതാണ് കഥയാണെങ്കിലും കവിതയാണെങ്കിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഇത് നോക്കൂ, അവരുടെ ഒന്നാമത്തെ യൂണിറ്റാണിത്, അടിസ്ഥാന പാഠാവലിയുടെ ഒന്നാമത്തെ യൂണിറ്റാണിത്. ഇതിൽ ചിത്രകാരി എന്ന കഥയുടെ കഥാസംഗ്രഹം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാഠപുസ്തകത്തിലെ പ്രധാന ചോദ്യങ്ങൾ, അതായത് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ മുഴുവനുണ്ട്. അതിന് പുറമെ അഡീഷണൽ ചോദ്യങ്ങളുമുണ്ട്. ഇങ്ങനെ ഓരോ പാഠങ്ങളും ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ഈ കൂടുതൽ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര മാർക്കിന്? അതായത് 1 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, 2 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, 4 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, 6 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. അത് 10ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങൾ അങ്ങനത്താണ്. അതിനെ തന്നെ ഇനിയിപ്പം ഉദാഹരണത്തിന് ഇനിയിപ്പോൾ ഒരു കവിതയാണെന്ന് നിൽക്കുക, ഇതിപ്പോൾ ഒരു പാട്ടാണ് അവർക്ക് പഠിക്കാനുള്ള. താമരപ്പൂങ്കാവൻ എന്ന് തുടങ്ങുന്നൊരു പാട്ടാണ്. ഈ പാട്ടെടുക്കുമ്പോൾ തന്നെ 4 വരി വെച്ചിട്ട് അതിൻ്റെ ആശയങ്ങൾ കൃത്യമായിട്ട് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ കവിതകളൊക്കെയും ഇതുപോലെ സാരാംശം കൊടുത്തും അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേക ആശയതലം എന്താണ്, ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഇനി പുതിയ പാഠപുസ്തകമാണ്, കുട്ടികൾക്ക് മുൻപരിചയങ്ങളൊന്നുമില്ല എന്ന തിരിച്ചറിവോടുകൂടി നിർമ്മിക്കപ്പെട്ട ഒരു പുസ്തകം ഇത്. അതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാ അർത്ഥത്തിലും ഇത് ഉപകാരപ്രദമായിരിക്കും. ഒരു തർക്കമില്ല, സെറ്റായിരിക്കും.